ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യു എയിൽ വർക്ക് ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ളതാണ്. അതായത് യു എയിൽ വർക്ക് ചെയ്യുന്ന നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം യു എയിലെ റൂൾസിനെ കുറിച്ച്. ഇവിടെ റൂൾ നമ്മൾ പാലിച്ചില്ല എന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്കുള്ള ഫൈനും കാര്യങ്ങളൊക്കെ ലഭിക്കാനായിട്ടുള്ള ചാൻസ് കൂടുതലല്ല, ഫൈൻ കിട്ടും. അപ്പോൾ ഗൈസ്, നമ്മുടെ പേരിൽ യു എയിൽ എന്തെങ്കിലും കേസോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അതായത് നമുക്ക് യു എയിലെ ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള വെബ്സൈറ്റ്, അതായത് യു എ പോലീസിൻ്റെ തന്നെ ഒഫീഷ്യൽ ആയിട്ടുള്ള വെബ്സൈറ്റ് കയറി നമ്മുടെ പേർക്ക് എന്തെങ്കിലും കേസോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് സമയം വേസ്റ്റ് ചെയ്യാതെ നേരെ വീഡിയോയിലോട്ട് പോകും. അപ്പോൾ ഗൈസ്, ഈ കേസുകളെന്ന് പറയുമ്പോൾ ലീഗൽ ഇഷ്യൂസ്, അതുപോലെ തന്നെ ട്രാവൽ ബാന്, ഫിനാൻഷ്യൽ കേസസ് പോലുള്ള കാര്യങ്ങളാണ്. എങ്ങനെയാണ് ഇവയെല്ലാം ചെക്ക് ചെയ്യേണ്ടതെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം. ഗൈസ്, അതിനായിട്ട് ആദ്യമേ ഗൂഗിൾ ഓപ്പൺ ആക്കുക. ഗൂഗിൾ ഓപ്പൺ ആക്കിയതിന് ശേഷം ദുബായ് പോലീസ് എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. ദുബായ് പോലീസ് എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനൊരു ലിങ്ക് കാണാനായിട്ട് സാധിക്കും. ഇതാണ് ദുബായ് പോലീസിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള വെബ്സൈറ്റ്. ജസ്റ്റ് ഈ ലിങ്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ദുബായ് പോലീസിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള വെബ്സൈറ്റ് ഓപ്പണായി വരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ദുബായ് പോലീസിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള വെബ്സൈറ്റ്. ഇതിൻ്റെ അകത്ത് കുറേയധികം സർവീസസും കാര്യങ്ങളൊക്കെ നമുക്ക് ആക്സസ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതിനായിട്ട് തൊട്ട് താഴെ കാണുന്ന സർവീസസ് എന്നുള്ള ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. അതായത് നമ്മുടെ പേർക്ക് കേസോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാനായിട്ടും ഈ സർവീസസ് എന്നുള്ള ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. സർവീസസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് ഓപ്പണായി വരുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇതിൽ നമുക്ക് വേണ്ട ഓപ്ഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രിമിനൽ സ്റ്റാറ്റസ് ഓഫ് ഫിനാൻഷ്യൽ കേസസ് എന്ന് പറയുന്ന ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജാണ് ഓപ്പണായി വരുന്നത്. ഇതിൻ്റെ അകത്ത് നമ്മുടെ എമിറേറ്റ്സ് ഐ ഡിയുടെ നമ്പർ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കണം. നമ്മുടെ എമിറേറ്റ്സ് ഐ ഡിയുടെ നമ്പർ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്ത് സെർച്ച് ചെയ്യുകയെന്നുണ്ടെങ്കിൽ നമുക്കൊരു OTP, അതായത് നമ്മുടെ എമിറേറ്റ്സ് ഐ ഡി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഫോൺ നമ്പറിലോട്ട് ഒരു OTP ലഭിക്കുന്നതായിരിക്കും. ആ OTP നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നമ്മുടെ പേർക്ക് എന്തെങ്കിലും കേസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ കാണാനായിട്ട് സാധിക്കും. അതായത് എന്തെങ്കിലും ഫിനാൻഷ്യൽ കേസസോ അതുപോലെ തന്നെ ട്രാവൽ ബാൻ പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ പേരിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പേജിൽ തന്നെ നമുക്ക് ആ കേസസും കാര്യങ്ങളും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഗൈസ്, എങ്ങനെയാണ് യു എയിൽ നമ്മുടെ പേർക്ക് കേസും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക എന്നതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ക്ലിയർ ആയിട്ട് ഐഡിയ ലഭിച്ചു ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ പേർക്ക് കേസ് ഉണ്ടോ ഇല്ലയോ ജസ്റ്റ് നമ്മുടെ എമിറേറ്റ്സ് ഐ ഡി എടുത്തൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ യു എയിലെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ എമിറേറ്റ്സ് ഐ ഡിയിൽ എന്തെങ്കിലും ഫൈനോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ഓൾറെഡി നമ്മുടെ ചാനലിൽ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ആ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഏതായാലും ഞാൻ വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യാനായിട്ട് പോവാണ്. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ യൂസ്ഫുൾ ആയി ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ ചാനലിൽ നമ്മൾ ഓൾറെഡി കുറേയധികം വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതായത് ജോബ് വേക്കൻസികളും കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഏതായാലും നമ്മുടെ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.